പ്രിയമുള്ളവരെ, ഇന്ന് ഓശാന ഞായർ. ജെറുസലേം നഗരത്തിലേക്ക് ലോകരാജാവ് വിനീതനായി പ്രവേശിച്ചതിൻ്റെയും ലോകരാജാവിന് ജെറുസലേം നഗരം ഒരുക്കിയ ആഘോഷമായ വരവേൽപ്പിന്റെയും ഓർമ്മയാണ് നാം ഇന്ന് അനുസ്മരിക്കുക. അത്ഭുതങ്ങൾക്കും രോഗശാന്തികൾക്കും ഒക്കെ ഒടുവിൽ ഈ കാര്യങ്ങൾ ആരോടും വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്ന യേശു തന്നെ ഈ ആഘോഷമായ വരവേൽപ്പിന് ഒരുക്കങ്ങൾ നടത്തുമ്പോൾ സാധാരണമല്ലാത്ത എന്തൊക്കെയോ കാരണങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് തീർച്ച. ഒലിവുമലക്കരികെയുള്ള ബെത്ഫഗെ, ബഥാനിയ പ്രദേശങ്ങളിൽ വെച്ചാണ് യേശു തന്റെ ഓശാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. മിശിഹ വരുന്നത് ഒലിവുമലയിൽ നിന്നാണ് എന്ന യഹൂദ വിശ്വാസം ഈ സ്ഥല സൂചനയ്ക്ക് പിന്നിലുണ്ട്. ഇസ്രായേൽ മക്കളുടെ പാപം നിമിത്തം ദൈവത്തിന്റെ മഹത്വം ജെറുസലേമിൽ നിന്നിറങ്ങി കിഴക്കുള്ള മലയായ ഒലിവുമലയിൽ ചെന്ന് നിന്നു എന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഈ മഹത്വം വീണ്ടും തിരിച്ചു വരുന്നതും ഒലിവുമലയിൽ നിന്ന് തന്നെയെന്ന് 43-ാം അധ്യായം 2-ാം വാക്യത്തിലും പറയുന്നു. ദൈവത്തിന്റെ വിധിയും മനുഷ്യരുടെ അന്തിമമായ മോചനവും നടക്കുന്ന സ്ഥലവും ഒലിവുമല തന്നെയാണെന്ന് സഖറിയ പ്രവാചകന്റെ പുസ്തകം 14:4 പറയുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തന്റെ കുരിശുമരണത്തിന് മുമ്പായി പിതാവിന്റെ ഹിതം ഏറ്റുവാങ്ങിയതും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതും ഇനി അവിടുത്തെ പുനരാഗമനം സംഭവിക്കുന്നത് എല്ലാം ഒലിവുമലയിൽ നിന്ന് തന്നെ. ഒലിവുമല രക്ഷാകര ചരിത്രത്തിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന ഒരിടമത്രേ. പിന്നീട് നമ്മൾ കാണുക, ഈ ലോകരാജാവ് സകലത്തിന്റെയും ഉടയവൻ തനിക്ക് സഞ്ചരിക്കാൻ ഒരു കഴുതയെ മറ്റൊരുവനിൽ നിന്ന് ചോദിച്ചു വാങ്ങുകയാണ്. തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്ന ലോകനാഥൻ. തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ് അവന്റെ ജീവിതം. ജനിക്കാൻ മറ്റൊരുവന്റെ കാലിത്തൊഴുത്ത്, മരിക്കാൻ ഒരു കുരിശ്, സംസ്കരിക്കാൻ മറ്റൊരുവന്റെ കല്ലറ. ജീവിതം സമ്പാദിക്കലല്ല, സമ്മാനിക്കലാണ് എന്ന് നമ്മെ പഠിപ്പിച്ചവൻ. തനിക്ക് സഞ്ചരിക്കാൻ അവൻ തിരഞ്ഞെടുത്തത് ഒരു കഴുതയാണ്. ബുദ്ധിയില്ലാത്ത മൃഗം എന്ന് നമ്മൾ കഴുതയെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് അവൻ കഴുതയെ തിരഞ്ഞെടുത്തു? വിശുദ്ധ ഗ്രന്ഥത്തിൽ കഴുത ഒരു രാജകീയ മൃഗമാണ്. സോളമൻ രാജാവ് കിരീടധാരണത്തിനായി ജെറുസലേമിലേക്ക് വരുന്നത് തന്റെ പിതാവായ ദാവീദിന്റെ പ്രിയപ്പെട്ട കഴുതയുടെ പുറത്താണെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 1:33 പറയുന്നു. കഴുതപ്പുറത്ത് വരുന്ന രാജാവ് സമാധാനത്തിന്റെയും വിജയത്തിന്റെയും അടയാളമാണ്. യുദ്ധം ചെയ്യാൻ കുതിരയുടെ പുറത്ത് വേഗം പോകുന്ന രാജാവ് യുദ്ധത്തിന് ശേഷം കഴുതപ്പുറത്ത് സമാധാനമായി എഴുന്നള്ളത് വിജയ സൂചനയാണ്. നമ്മുടെ കർത്താവ് യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിക്കാൻ വന്നവനല്ല, അവൻ എല്ലാവരെയും സ്നേഹിക്കാൻ വന്ന സമാധാന രാജാവാണ്. മിശിഹ വരുമ്പോൾ മാത്രമേ കഴുതയെയും കഴുതക്കുട്ടിയെയും അഴിക്കപ്പെടുകയുള്ളൂ എന്ന വിശ്വാസം യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം ഉൽപ്പത്തി പുസ്തകം 49:11 യാക്കോബ് യൂദായെ അനുഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അധികാരദണ്ഡ് കയ്യിലേന്തുന്ന യൂദ തന്റെ കഴുതയെയും കഴുതക്കുട്ടിയെയും മുന്തിരിവള്ളിയിൽ കെട്ടിയിടും എന്ന് പ്രഖ്യാപിക്കുന്നു. മിശിഹ വരുമ്പോൾ കഴുതയും കഴുതക്കുട്ടിയും അഴിക്കും എന്ന വിശ്വാസം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയാണ് യേശു വാഹനമായി സ്വീകരിച്ചത്. ആരും ഉപയോഗിക്കാത്ത മൃഗങ്ങളെ മാത്രമേ ബലിയർപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ. തന്നെ ബലിയർപ്പിക്കാനായി കടന്നു വരുന്ന ലോകരാജാവ് ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പവിത്രമായ ഒരു മൃഗത്തിന്റെ മുകളിൽ കയറി വരുന്നു. മൃഗത്തെ അഴിക്കുമ്പോൾ ഉടമസ്ഥൻ ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. നമ്മുടെ കർത്താവിന്റെ സർവ്വചരാചരങ്ങളുടെയും മേലുള്ള ആത്യന്തികമായ ഉടമസ്ഥതയാണ് ഇത് പ്രതിപാദിക്കുന്നത്. കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്ന രാജാവിനെ സങ്കീർത്തനം 118:26 വാക്യം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ജനം സ്വീകരിക്കുന്നത്. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. ചുരുക്കത്തിൽ ഒലിവുമലയും കഴുതപ്പുറത്തുള്ള എഴുന്നള്ളലും അഭിവാദനങ്ങളും എല്ലാം ഈശോ മിശിഹായാണെന്ന് ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമുക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്. സകലത്തിന്റെയും ഉടയവൻ കടം വാങ്ങിയ കഴുതപ്പുറത്ത് വിനീതനായി എഴുന്നള്ളുകയാണ്. ഇന്നത്തെ ലോകം എനിക്കാരുടെയും ആവശ്യമില്ല, എനിക്കാരുടെയും ഒന്നും വേണ്ട, എനിക്കുള്ളതെല്ലാം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിന്റെ എളിമയും ലാളിത്യവും നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട്. ഇനി കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ആ കഴുതയെ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ വിലയില്ലാത്ത, ബുദ്ധിയില്ലാത്ത കഴുതയെ പോലെയാണ് എന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കുക, ഈ കഴുതയെയും നമ്മുടെ കർത്താവിന് ആവശ്യമുണ്ടെന്ന്. ജനത്തിന്റെ ജൈവിളിയിൽ നിലമറക്കാതെ നിലകൊണ്ട ക്രിസ്തുവിനെ പോലെ പ്രശംസകളിലും പുകഴ്ചകളിലും നമുക്കും അമിതാവേശം കൊള്ളാതിരിക്കാം.
സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച ശിഷ്യഗണത്തെ പോലെ സന്തോഷത്തോടെ ഈശോയെ നമ്മുടെ രാജാവായി അംഗീകരിച്ച് സ്വീകരിച്ച് സ്തുതി പാടാം. കഴുതയെ കൊടുത്ത ഉടമസ്ഥനെ പോലെ ഈശോ ചോദിക്കുന്നതെല്ലാം വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അഹങ്കാരം മൂലം ഈശോയെ അംഗീകരിക്കാൻ പറ്റാതെ പോയ പരിസയ മനോഭാവം വെടിഞ്ഞ് എളിമയോടും വിനയത്തോടും കൂടെ നമുക്ക് ജീവിക്കാം. ഓശാന ഞായറിന്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു.